വജീനം ഉണ്ടാക്കേണ്ടത് ഇന്നാമറ്റത്ത് കളിപുളിയാട്ടെന്ന് വരികില്ലേ. നീ നാൻ ചൊല്ലണ്ട പോലെ ഒരു കേൾ എന്നാ കണ്ണും ശിതക്കേടുണ്ട്. അല്ലെങ്കിൽ നാൻ തന്നെ ഇത് നോക്കക്കറ്റ. അല്ല നീ എന്നെ കൂളി മറ്റേറ്റേ നോക്കണ്ട. പിന്നെ ലെവൽ നോക്കോണ്ടേ. അല്ല ആരണേ, ഓ ഇങ്ങനെ ലെവൽ നോക്കണ്ടത്. നീ മര്യാദക്ക് ഇളുന്ന് നിന്ന് നോക്ക്. ഊവേപ്പാ ഒന്ന് മെല്ലെ വന്നിച്ചേ. ഉള്ളി ഉരിപ്പാവുള്ളവരും പെന്നോ ഉള്ളി റെഡിയാണ്. എല്ലാവരും വേമ്പാ എല്ലാം കന്നാല് അത് നീ ഒറ്റ കുരിച്ചാൽ മതി. നീ പോയി അമ്പുറം എടുത്തോണ്ട് വാ. അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനക്കായി. ഉള്ളികളെമ്പാടും ഒറ്റക്കൂരിച്ചമ്മായി ഉള്ളി ഊരിച്ചത് മരുമോനക്കായി. ഉള്ളികളെമ്പാടും ഒറ്റക്കൂരിച്ചമ്മായി ഉള്ളി ഊരിച്ചത് മരുമോനക്കായി. അല്ല ഇതെന്നത് ഇതില്ലി പുറക്. അല്ല കൊക്കുമാടി. ഓ അല്ല ഇതെന്നത് കുമ്മായം ചുടണ്ടതായി. ഇത് പുളക്കാൻ എന്നും നാം പിന്നെ പോയി മളു കൊണ്ടുവച്ചേ. എന്നും നിന്ന തലവണ്ടി പുളപ്പാനാ. നീ അരണയില്ല കൊക്കുമാടി. നീ ശാല ചിരിക്കായേ. നീ വലിയ മറ്റോ കാഞ്ഞി. അല്ല ഉള്ളി മുറിച്ചോണ്ട് താങ്ങ അപ്പോണ്ടും കരകണ്ടാഞ്ഞ് ഇപ്പനായത്തിനെ ചിരിച്ചോട്ട് ഇതേന കണ്ണിട്ട് തന്നെ വരേണ്ടി. അല്ല നീ രണ്ടും വിഷയം പറയാതെ ഒരു പണിയെടുത്തൂട്. എന്നെ ഫളമ ഒരു സമനം ബാകൂട്ട. അല്ല നീ ആ തക്കാളി അരിഞ്ഞു വരാ. കൈണ്ട് മുനീറേ, ഇതെന്നെ തൊടുവും കണ്ടാ ഇങ്ങനെ ഉള്ളി അരിയേണ്ടത്. നീ ഒരു മാറ്. ഏശാ കഴിഞ്ഞ അവിടെ ചിലവും കൊണ്ട് വന്നുപോങ്ങി. അതെങ്കിൽ അത് രണ്ട് നേരത്തെ വന്നുപോകും. ഉമ്മ പണിയല്ല മടക്കുങ്ങ. നിന്നാ പൂക്കലക്കിത് നാം മുതലേ ഉണ്ടാക്കേണ്ടതാ. ഇന്നാട്ടിലെ സുമാറ് കാര്യത്തെ പിരിയും ഇന്നാങ്ങാണ്ട് വജീനം ഉണ്ടാക്കേണ്ടത്. എന്നെങ്കിലും സമയത്ത് കിട്ടാതെ ആയിനി നീ പോയി കേട്ടച്ചു വാ. അല്ല നീ എവിടെ കൊണ്ടത്? നീ എവിടെ കളയി? ഇപ്പൊ പോവാൻ ചൊല്ലില്ല. മിന്നലത്തെ പോലെ ഏതെങ്കിലും ഇല്ലേ ഇപ്പൊ എന്നെ വന്നെ മിന്നി 5 ഉമ്മ അവിടെ ആർക്കേണ്ടതാഞ്ഞ്. ഇപ്പൊ കരയർത്ത് ഫ്രീസറിന് വെച്ച് ബൈൻഡതില്ലേ. ഇറച്ചി ബേവാങ്ങ് സമയം എടുക്കാപ്പ. ഏത് ഇറച്ചി എങ്ങനെ വേണമെങ്കിലും ഈ ഉവ്വ ഉണ്ടാക്കും. ഉച്ചക്ക് 4 കിണ്ടൽ ഇറച്ചിങ്ങാക്കി നാട്ടായിരത്തെയും പാടിച്ചേലി അന്നാക്ക് രാവത്തെ 200 ആളായ കാര്യം. കുതൂനെ കൊണ്ടാണ് നമുക്ക് ലച്ച് കിട്ടാത്ത. അയ്യൊരു ശേക്കേടാണ് ഉള്ളത്. കുതു വരാതെ ജീവാങ്ങന്നെ ഗ്യാസ് തന്നെ. ഇപ്പൊ ആരും പുറകെ തീ വയ്പ്പെങ്കില്ല. ഇപ്പൊ മളയും പോയി വാങ്ങാത്ത കുതുവെല്ലാം വലിയ കുതുഹലാം. ഗ്യാസ് ഉള്ളത് കൊണ്ട് ഫെണ്ണയൊക്കെ നല്ല എളുപ്പം കൊണ്ടേ. അങ്ങനെ എളുപ്പം നോക്കി താങ്കളോ എല്ലാവർക്കും ഗ്യാസിന് കിലശം തീരാത്തത്. ഇപ്പഴത്തെ ആണും പെണ്ണും എല്ലാം നേരെ നെയ്വച്ച വയ്യുന മാതിരി വീർത്തുകൊണ്ട് പൈൻ്റെ. മിന്നലും വീർക്കുണ്ട്, വയ്യലും വീർക്കുണ്ട്. വാ നാങ്ങൊന്ന് ബൈൻഡേ ബ്യാറ് കളച്ച് കക്കൂസിനൊന്ന് പോയിച്ചു വെറ്റ്. സർമത്തെ നോക്കാത്ത എവിടെയില്ലേ. അത് ചായ കുടിക്കാത്തേ കൊണ്ടായിരിക്കും. നീ ബൈൻ്റെ അടുത്ത് ഉമ്പിയൊക്കെ എന്റെ ചായ മേടിക്കൊണ്ട് വാ. സമയം 5 മണിയായി. ഇന്നുച്ച കഴിഞ്ഞേ ഹോലോ ഒരു കൂട്ടക്കാർക്ക് ബാറ്റ് വരുത്തുവാങ്ങായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിനെ. അതിപ്പോ ഈ മഴ തുടങ്ങിയന വയ്യ അങ്ങേ ഉണ്ട്. ബാറ്റിന്റെ പോക്കും ഛർത്തി അത് വലിയ കാര്യം. മഴയതാ പെയ്യപ്പ മതിയാഞ്ഞ് ചിലവിന്റെ സമയത്തൊക്കെ മഴയതാ പെയ്തെങ്കിലേ വലിയ പാടാകും. പാടെന്നത് മഴ കണ്ടോണ്ടുള്ള പണിയിൽ ഇന്ന് കൊടുത്തത് നിക്കും ബേജാറ് എന്നത്. നാക്കെന്നെ ബേജാറ്. ഊവേ മോളാ കല്യാണം. ഊവേക്കില്ലാത്ത ബേജാറ് നാക്കെന്നും. ബേവാൻ വേറെ ആളെ ഏൽപ്പിച്ചിരിക്കിൽ ഊവേക്കിനാ മേൽനോട്ടെങ്കിലും വഹിക്കില്ലാങ്ങാനല്ലേ. പ്യാറ് കിളച്ചയില്ലാതെ കക്കൂസിന് കിളച്ചതും ബന്നിയില്ല. അല്ല ഈ നാട്ടിലെ എല്ലാറ്റും വലിയ വെപ്പുകാരൻ ആരെന്ന് നിക്ക് പൊടിയുണ്ടാ. ബമ്പിയെ ബാപ്പേക്കോ അല്ലേ. എന്നെ ബാപ്പേക്കോ അല്ല ഉമ്മേക്കോ. ഓനും പണി പഠിപ്പിച്ചത് ഇന്നാങ്ങാണ്ടേ നിക്കത് പൊടിയുണ്ടാ. നീ കൊക്ക് മാടി ബുറക് വൈപ്പാങ്ങില്ലാതെ നിന്നെ എന്നും കൊള്ളും. അത് താം ബേനു നാട് പൊടിയുണ്ടോ നാട്ടിന് മിശ്രാവ് പൊടിയുണ്ടോ മൈനർ പീലി എല്ലാണത്തെ പിരെ ഉവ്വ ഉണ്ടാക്കിയ വജീനം കഴിച്ച് കൈ കുളഞ്ഞിന വയ്യാണ് നടത്തിയത്. ഇറക്കിയ ടേസ്റ്റും ഇങ്ങനെ ബിരൽ തന്നെ അടിച്ചു പോയി. അമ്മാതിരി ടേസ്റ്റ് വാ. അങ്ങനെ പറഞ്ഞു കൊടുമിനീറെ. അങ്ങനത്തെ നാങ് എന്നാ കുഞ്ഞെ കാര്യത്തും വേറെ ആളെ വിളിപ്പാനാ. നിന്നാ ബായിണ്ട് ഫുളു പുറപ്പെടുങ്ങേ ബളതക്കാച്ചി. ഓം ബളതം പറക. ഇനാൾ അല്പം ഉപ്പ് കുറവുള്ള ഹോലയിലോ. നാങ് ഇട്ടത് അത് ഇട്ടതാണ്ടി. നീ നാക്ക് കണക്ക് പഠിപ്പിക്കണ്ട.
ഉവ്വയ്ക്ക് തലദോഷം ഏതുകൊണ്ടാ ഞാൻ പോയി ചുക്ക് കാപ്പി ഉണ്ടാക്കിച്ചോണ്ട് വെച്ചേ. അല്ല, ഇപ്പൊ തന്നെ 6 kg നെയ് പോലെയാണ്ട് മൂക്കുണ്ട് ബൈൻഡത്. ഇനി ഈനാ കൂടെ ചുക്ക് കാപ്പി കുടിച്ചാൽ നേരെ ഫാം ഓയിൽ പോലെ ഈനാ ഉള്ളക്കാടെ ഉളുവാ. ഉവ്വാ, ഇതെല്ലാം പാടില്ലാത്ത പണിയേ. ജലദോഷം പിടിച്ച് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എച്ചെ കണ്ടെങ്കിലില്ലേ. ഉവ്വയ്ക്കെതിരെ കേസെടുക്കുകയെ ഉറപ്പേ. ഇപ്പോഴത്തെ എച്ചെ താൻ ഭയങ്കര സ്ട്രിക്റ്റാണ്ടി. അല്ല, സ്ട്രിക്റ്റ് ഇല്ല, സ്ട്രിക്റ്റ്. ഇൽമു പഠിപ്പിപ്പം പറ്റേ ഉസ്താദ്. അല്ല, പെണ്ണിക ഉഷാറ്, അവ നല്ല വെടിപ്പിൽ ഉണ്ടാക്കും. എന്നു ഫെണ്ണിക വെടിപ്പിൽ ഉണ്ടാക്കണ്ടെന്ന ഇവിടെ ഹൈമ ഇടുന്നാന്ന് കൂട്ടും കറിയും എല്ലാം ഫെണ്ണിക ഞാൻ ഉണ്ടാക്കിയത്. ആ, എന്നിട്ട് എന്നെ പിന്നെ എന്റെ മണ്ണിനെന്നാ 2 മീറ്ററുള്ള മുടിയാണ്ട് എന്ന ആൽഹന ഉള്ളുണ്ട് നാം വലിച്ചെടുത്തത്. എന്നിട്ട് ഫെണ്ണികളെ വളർമ പറവാൻ പറഞ്ഞ ഉടക്ക്. അമ്മുടി നിരച്ചതെങ്കിൽ ഊവെ വീട് ഉമ്പിയത്, കറുത്തതെങ്കിൽ ആമീനേത്, അതുറപ്പ്. ഫട്ടം പിശെങ്ങനെ പറകായില്ല. ഒരു ഫംഗ്ഷൻ നടക്കേണ്ട ഫിരെ ഉമ്മയും മോളും മാത്രങ്ങല ഉണ്ടാവാം. എത്ര ആൾക്കാർ ഉണ്ടാകും. അളമ്പാളം ഉണ്ടെങ്കിലും അന്ന് ഫെണ്ണികാണ്ട് വയ്യനം ഉണ്ടാക്കിയാ. അങ്ങനെ മുടി പാറാരപ്പം വേണ്ടിയാണ്ട് തലക്ക് നെറ്റിടണമെന്ന് പറയേണ്ടത്. നെറ്റ് മാത്രങ്ങില്ല, മേലക്ക് അപ്പുറവും ഇടണം. എന്നെ ഇടണം. അപ്പുറം ഇപ്പുറത്തൊക്കെ ഇട്ടച്ച് മറ്റേപ്പുറത്തൊക്കെ കെട്ടണ്ട ഒരു നീള കുപ്പായെങ്കിലേ അതാണ്ടോ അപ്പുറം. അപ്പുറമില്ല, മലപ്പുറം. അതിനാ പേര് ഏപ്രം. ഏപ്രിലോ ജൂണോ എന്തെങ്കിലും ആയിക്കോട്ട്, അതെല്ലാം മേലക്ക് ഇടണം. നിങ്ങളെ മറ്റത്തൊക്കെ ഇപ്പഴത്തൊക്കെ മാത്രം വജീനം ഉണ്ടാക്കാൻ പൊടിയും. പണ്ടത്തോളം വജീനം ഉണ്ടാക്കിയത് ഏതും പൊടിയില്ലാതെയാ. പണ്ടാഞ്ഞേലോ ശാല ബാറ്റിന്റെ നോക്കും ഷർത്തിയും പൈഞ്ഞത് സോക്കയുടെ പടർന്ന് പിടിച്ച് കൂട്ടത്തോടെ ഇല്ലേ ആൾക്കാരെല്ലാം ഇല്ലാതെ ആകേണ്ടത്. ഉമ്മയും ബാപ്പയും മക്കളും എല്ലാവരും മരിച്ച സംഭവം നമ്മ നാട്ടിൽ എത്ര ഉണ്ടായിന്. അത് മാത്രം പടരണ്ട സോക്കേടാഞ്ഞ്. ഇന്ന് പടരണ്ടവൻ ആരും മരിപ്പില്ലേ. ഇന്ന് ഫുഡ് പോയ്സൺ വന്നാണ് ആൾക്കാരെല്ലാം മരിക്കേണ്ടത്. ഈ കാതിർക്കോന്ന് വേണ്ട ആൾ നിങ്ങ ഈ ഹാതിർക്കോ ഇല്ല, ഈ പി ഹാതിർക്കോ 60 കൊടുങ്കാറ്റും എന്നെ പെറ്റ സമയത്ത് എന്നെ അഭാവായിട്ട പേര്. നാം ഇവിടെയുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസർ. സേർ എച്ചയില്ലേ. ഇത് കണ്ടി ഐ ഡി. നാം ഇവിടെയുള്ള എച്ചെങ്ങാണ് ഇവിടത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. നിങ്ങളെക്കുറിച്ചൊരു കംപ്ലൈന്റ് ഉണ്ട്, അത് അന്വേഷിപ്പാൻ വേണ്ടിക്ക് വന്നത്. ഇന്നുച്ചക്ക് നിങ്ങളിവിടെയുണ്ട് ഭക്ഷണം കഴിച്ച 25 ആൾക്കാർ വയറിളക്കവും ഛർദിയും വന്ന് ഹോസ്പിറ്റലിൽ കിടത്തീന്. ഭക്ഷണം ഉണ്ടാക്കിയത് നിങ്ങയാ? ഞാനും നന്നാക്കൂടെ ഒരു 6-7 ആൾക്കാരും പിന്നെ ദൈവമക്കളും. 6-7 അല്ലാതെ 700 നാങ്ങിപ്പ എന്നെ ശീത. ചോദ്യം ഇങ്ങേ വേണ്ട, ഞങ്ങൾ കേൾക്കേണ്ടതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഇക്കോലത്തിലാ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. തലേ നെറ്റിട്ടേല് ഏപ്രൻ ധരിച്ചേല്. ഇത് നോക്ക്, ഇയാളെ കഴിക്കാൻ വന്നത് ഇതൊരു കുരൂപന്നെ ഫളത്താഞ്ഞ് ഫളപ്പാങ് ഇതന്നെയല്ല കൊപ്പാക്കാഞ്ഞി. ഇപ്പൊ ഏതും ശേക്കേടില്ല, ചോരയും ചലവും എല്ലാം പോക്കി ഷീക്കലുണ്ട് ഡ്രസ് ചെയ്ത്. അസുഖം ബാധിച്ച് ആശുപത്രിയുണ്ട് ഡ്രസ് ചെയ്ത് ഈ കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കലാണ് നിങ്ങൾക്ക് ആരുമല്ലേ? വൃത്തിയില്ലാതെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വകുപ്പ് എന്നെന്ന് കൂടിയുണ്ടാ? ഇല്ല, എന്നേതാ ഹാരിസേ ചൊല്ലിക്കൊടുക്ക. ഇല്ല, മൻസൂർ തന്നെ ചൊല്ലിക്കൊടു. നാക്ക് തൊണ്ടൊക്കെ നല്ല സുഖമില്ല. ഇതെന്നെ ഫാട്ടിയതും പാടുവാഞ്ഞു. നീശാല വിഷയം പറയരുത്, അടിച്ച് നിന്നാ കമ്പി ആഫീസ് പട്ടിച്ചു കളയും. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ആൾക്കാർക്ക് അപകടങ്ങേതും പറ്റിയില്ലെങ്കിലും മോശം ഭക്ഷണം കൊടുത്താൽ 6 മാസം തടവും 1 ലക്ഷം ഉറുപ്പിക വരെ പിഴയും കാണ്ട ശിക്ഷ. ഭക്ഷണം കഴിച്ച് പ്രശ്നമായിന് എന്നാൽ അത്ര വലിയ ഗുരുതരങ്ങില്ല. അത്തരം കേസിൽ 1 വർഷം വരെ തടവും 3 ലക്ഷം ഉറുപ്പിക പിഴയും. ഒറ്റ ഗുരുതരമായ പ്രശ്നം ഉണ്ടായാൽ 6 കൊല്ലം വരെ തടവും 5 ലക്ഷം ഉറുപ്പിക ഫൈനും. ഇനി ബുടക്ക് ഭക്ഷണം കഴിച്ച് മരണം സംഭവിച്ചാൽ 7 കൊല്ലം മുതൽ മരണം വരെ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. എത്ര വരെ? മരിക്കേണ്ടത് വരെ. ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം ഉറുപ്പിക വരെ നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും. മനസ്സിലായ? ഇത് കളിച്ച കളിയില്ല. ഇത് രാവ് കല്യാണത്തെ ചിലവ് വന്നാൽ കിട്ടുവാൻ പോണ്ട 10 ലക്ഷം ഉറുപ്പ കോടതി കൊണ്ടുപോയി കെട്ടിവെച്ച് മരിക്കും വരെ ജയിലിനുള്ള കിടന്ന് കുതുകടി കൊള്ളേണ്ടി വരും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടത്തിയ ആൾക്കാർ മരിപ്പാതിരിക്കാനും അവ നല്ല ആരോഗ്യവാനാകാനും വേണ്ടി നല്ലോണം കൈനീട്ടി പ്രാർത്ഥിച്ചുണ്ടായി.
മരിച്ചതിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ നിങ്ങൾക്ക് ഉറപ്പായിപ്പ്. അഡ്മിറ്റായ ആൾക്കാരെ ചർച്ചയും എല്ലാം പരിശോധനക്ക് കൊടുത്തിന്. അതിനാ റിസൾട്ടും വന്നിച്ച് ബാക്കി നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. സേറേ, നാം എത്ര കാലം കായ്ക്കൊണ്ട് ഈ പണിയെടുക്കണ്ടത്? ഇന്നത്തെ തികതി വരെ ഇങ്ങനെ ഒന്നും ഉണ്ടായേല. ഇന്നത്തെ തികതി വരെയെന്ന് ചൊല്ലരുത്, ഇന്നറ്റ് വരെ. മിന്നലത്തെ പോലെ ഇല്ല ഇപ്പൊ. മിന്നെ പയ്യൂനെ ഇവിടെ തന്നെ അറുത്ത് ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചി നൂടെ ഉണ്ടാക്കണ്ടാഞ്ഞ്. ഇപ്പൊ കരയുള്ള ഇറച്ചി ഫ്രീസറിനൊക്കെ വച്ചോണ്ടാണ്ട് നമ്മ ഇങ്ങനെ കൊണ്ടുപോയിട്ടത്. കരയെ മാർക്കറ്റിന് വേണ്ട ഇറച്ചി അപ്പൊ തന്നെ ഫ്രീസറിന് വയ്ക്കണ്ടി. യൗട് എറണാകുളത്തുണ്ട് ബണ്ടേ വെച്ച് തിരക്കുള്ള റോട്ടിലെ ബന്ന് എത്ര സമയം കഴിഞ്ഞതിന് വയ്യാരക്കും കപ്പലുള്ള ഫ്രീസറുകളൊക്കെ വയ്ക്കേണ്ടത്. ഒരുപാട് വൈകിയതിനു ശേഷം ഭക്ഷ്യവസ്തുക്കൾ ഫ്രീസറിന് വച്ചിട്ടൊരു കാര്യമില്ല. കാരണം പലതരത്തിലുള്ള ബാക്ടീരിയകളും അതിനാൾ കടന്നുകൂടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചാലാണ്ട് ഈ ഭക്ഷ്യ വിഷബാധ അഥവാ ഫുഡ് പോയ്സണിങ് ഉണ്ടാകേണ്ടത്. സേറേ, ബാറ്റ് വരുത്താൻ വരുവാൻ ഞങ്ങൾ ഉച്ചക്കാക്കും ഔണോസേതം കൊടുത്തേല. ഔണോസ അതെന്നെ മീന? ബേങ് ഉദ്ദേശിച്ചത് മയോണീസ് ആണ്ടേത്. ബേനൊങ്ങനെ ബാത്ത മുളിവേലി ഇല്ല, ബേം ഫലത്തിരുമിണ്ട ഇല്ലാതെ നാവ് പഠിപ്പില്ല. മുളിച്ചിലിത്തിന കുറവ്. മയോണൈസിന്റെ ഉപയോഗം നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചുള്ള ഒരു വിഷയം തന്നെ ആരും പറയരുത്. നാം നാട്ടായിരത്തെയും വിളിച്ചാണ്ടേ ചോറ് കൊടുത്തത്. ബാറ്റിന്റെ പോക്കും ചർത്തിയും പൈൻ്റെങ്കിൽ അവക്കെല്ലാവർക്കും വരവുണ്ടാഞ്ഞി സേറെ. കട്ടാലും കടും പളത് നാട്ടായിരത്തെയും പൊളിച്ചെന്ന് കൊല്ലരുത്. എങ്ങ രണ്ടാളെയും ചൊല്ലിനാഞ്ഞി, എങ്ങ എന്നെ രണ്ട് കൈയും കൊണ്ടും കഴിക്കും കാഞ്ഞി. വിളിക്കാത്തത് ഭാഗ്യം, ഇല്ലെങ്കിൽ കൊടുത്തിയും പറഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കൊണ്ടാഞ്ഞി. എല്ലാവർക്കും ഭക്ഷ്യവിഷബാധ ഏൽക്കണമെന്നില്ല. ഒരാളെ പ്രതിരോധശേഷി, പ്രായം, ഉള്ളക്ക് പോയ വിഷാംശത്തിന്റെ അളവ് എന്നതിനെല്ലാം ആശ്രയിച്ചാണ്ടേ ഉണ്ടാവുക. ഏത് ശമ്പള കൂട്ടാണ് കഴിച്ചത് അതും നോക്കണം. അതെ, എല്ലാ ശമ്പളം കേടായ ഇറച്ചി ഉണ്ടാവണമെന്നില്ല. സേറെ, നാം അറിഞ്ഞുകൊണ്ട് ആരെയും ഇന്ന് വരെ ഉരിയിടങ്ങേറ് നാം ആക്കിയല്ല. സേറേ, ഞങ്ങ എവിടെയും ഭക്ഷണം ഉണ്ടാക്കാൻ പോകലില്ല. ഇതിപ്പോ ഉവ്വേ നിർബന്ധത്തും പുളിപ്പാങ് അത് ഞങ്ങ വന്നത്. എങ്ങനെയെങ്കിലും സേറെ എന്നെ ഒന്ന് സലാമത്താക്കണം. അത് നാക്കിപ്പോ ഏതും പറഞ്ഞു കിട്ടാം. ഏതായാലും എൻക്വയറി ടെസ്റ്റും എല്ലാം കൈയിട്ട്. അതുവരെ ഞങ്ങ ഇനിയും വരും. പക്ഷേ ഇനി വന്നാൽ ഞങ്ങ ഇക്കണ്ട കോലത്ത് നിങ്ങളെ ഭക്ഷണത്തെ എടുത്ത് കാണരുത്. ഇല്ല സേറെ, ഇനി അങ്ങനെ ഉണ്ടാകാം. തിരിഞ്ഞിനി നല്ല ജാഗ്രത ഉണ്ടാവണം. മുന്നൊരാളെയും വിളിച്ചു കൊല്ലണ്ട നാട്ടായിരത്തെയും വിളിച്ചെന്ന്. ഇതാ ഇതെല്ലാം ഇട്ടുകൊണ്ട് വേണം ഇനി ഭക്ഷണം ഉണ്ടാക്കുക. ഇത് നോക്ക്, വെറ്റില മുറുക്കൽ, പുകവലിക്കൽ ഇതൊന്നും ഭക്ഷണം ഉണ്ടാക്കേണ്ടിടത്ത് പാടില്ല. ഭക്ഷണം നല്ല വൃത്തിയിലും വെടിപ്പിലും ആയിരിക്കണം മറ്റുള്ളവർക്ക് വിളമ്പേണ്ടത്. കൊടുക്കുന്ന ഭക്ഷണം നന്നാവണമെങ്കിൽ അതുണ്ടാക്കുന്ന ആൾക്കും വൃത്തിയും വെടിപ്പും ഉണ്ടായിരിക്കണം. തൽക്കാലം ഇപ്പം അങ്ങ് പോണ്ട.